Namaskaram, this is me Adina Chandran and you're watching The Life. So, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു വർഷം എനിക്ക് കുറച്ച് മാസമായി. Here I am, almost thousands of miles away from home, from where it all began, and I was thinking all about that. And പെട്ടെന്ന് എനിക്ക് തോന്നി, why not to make a video out of it, because this might help someone who is going to get married and who is planning to get married, and what are the things which not everyone might tell you. So let me tell you one thing, this video is not about my wedding day. എൻ്റെ കല്യാണ ദിവസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. കല്യാണത്തിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ്. സോ കല്യാണത്തിന് മുന്നേ ഇൻ ദ സെൻസ് ദ പ്ലാനിങ്, ദ ഡ്രീംസ്, ദ സാക്രിഫൈസസ്, ദ ജോയ്, ദ കയോസ് ആൻഡ് ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സോ കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ടു ദാറ്റ്. സോ ഒരു കല്യാണം എന്ന് വന്നു കഴിഞ്ഞാൽ നമ്പർ വൺ തിങ് നമ്മളൊരു ചെറുക്കനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ അത് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ചെയ്തുകൊണ്ട് അതെനിക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല. സോ ചെക്കൻ വാസ് റെഡി. ആൻഡ് നമ്പർ ടു തിങ് ഇസ് ടു ഡിസൈഡ് എവിടെ നിന്നാണ് കല്യാണം നടക്കാൻ പോകുന്നത്. എസ്പെഷ്യലി രണ്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, സോ ചെക്കൻ ഒരു സ്റ്റേറ്റ്, പെണ്ണ് ഒരു സ്റ്റേറ്റ്, അല്ലെങ്കിൽ ദൂരത്തുള്ളതാണെങ്കിൽ വി ഹാവ് ടു ഡിസൈഡ് നമ്മളെ കല്യാണം എവിടെ നിന്നാണ്. അങ്ങനെയാണ് നമ്മൾ എല്ലാം കൊണ്ടും കൺവീനിയൻ്റ് ആയിട്ട്. ചെക്കൻ വാസ് ഫ്രം തമിഴ്നാട് ആൻഡ് ഈവൻ ദോ ഐ എം ഫ്രം കേരള, ബട്ട് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ചെന്നൈയിൽ തന്നെ ആയതുകൊണ്ടും നമ്മൾ ചെക്കൻ്റെ ആൾക്കാർ വരാനും എല്ലാമുള്ള ഒരു കൺവീനിയൻസിന് വേണ്ടി കല്യാണം വെന്യൂ വി ഫിക്സ്ഡ് ലൈക്ക് ചെന്നൈയിൽ നിന്ന് നടത്താമെന്നുള്ളത്. അങ്ങനെ നമ്മൾ ചെന്നൈ ഡിസൈഡ് ചെയ്തു. ആൻഡ് ദ നെക്സ്റ്റ് തിങ് വാസ്, എനിക്ക് ഭയങ്കര നിർബന്ധം, ഒരു ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു ഇൻറ്റിമേറ്റ് വെഡിങ്. ഐ റിയലി വാണ്ടഡ് വെരി ക്ലോസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഓൺ മൈ വെഡിങ് ഡേ. എനിക്കതൊരു വലിയ ഗ്രാൻഡ് ഇവൻ്റ് ആയിട്ട് നടത്തണമെന്നില്ലായിരുന്നു. ഗ്രാൻഡ് ഇൻ ദ സെൻസ് ഒരുപാട് ആൾക്കാർ അങ്ങനെ ആഷ് പോഷൻ ഒക്കെ വേണമെന്ന് ഒട്ടും ആഗ്രഹമില്ലാത്ത ആളായിരുന്നു. അങ്ങനെ ഞാനതെൻ്റെ ഫാമിലിയുടെ അടുത്തൊക്കെ പറഞ്ഞു, if you are someone who grew up in നാട്ടിൽ നിന്നൊക്കെ വളർന്ന ആളാണ്, യു നോ ഹൗ ഡിഫിക്കൽട്ട് ദറ്റ് ഈസ് ടു കൺവിൻസ് യുവർ പാരൻസ്. ബട്ട് എനിക്ക് അത്ര ഡിഫിക്കൽട്ടി ഇല്ലായിരുന്നു. മേ ബി ബിക്കോസ് ഐ എം ദ തേർഡ് വൺ. ഒന്നാമത്തെ കല്യാണം എൻ്റെ മൂത്തേട്ടൻ, ഇളയേട്ടൻ അവരൊക്കെ കല്യാണം കഴിഞ്ഞ് നിയർ ലൈക്ക് ഓക്കെ വാട്ട് എവർ, എൻ്റെ ആഗ്രഹം ലൈക്ക് നമ്മൾ തേർഡ് പീസ് ആയതുകൊണ്ടായിരിക്കാം, മേ ബി ഐ ഡോണ്ട് നോ. അവർ ദേവർ ലൈക്ക് ഓക്കെ ഓക്കെ എനിക്ക് എങ്ങനെ ഇൻറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ വിട്ട്. അങ്ങനെ ഐ വാസ് റിയലി ഹാപ്പി അബൌട്ട് ദാറ്റ്. സോ ഞാൻ പറഞ്ഞ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് നല്ല രീതിക്ക് ഒരു കല്യാണം, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ നമ്മൾ ഇൻറ്റിമേറ്റ് വെഡ്ഡിങ് എന്നുള്ള പെർമിഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആൻഡ് ദ തേർഡ് തിങ് ഈസ്, അവിടെയാണ് ഗൈസ് അടുത്ത കാര്യം. സോ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു ബീച്ച് വെഡിങ്. ഐ ഡോണ്ട് നോ, ഐ വാസ് വെരി ഒബ്സസ്ഡ് വിത്ത് ബീച്ച് ഫ്രം ദ ബിഗിനിങ്. എനിക്ക് ഭയങ്കര ഒരു ഒബ്സഷനാണ് ബീച്ചിൻ്റെ മേലെ. ഒരു ബീച്ച് വെഡിങ് ആണെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ അത് എപ്പോൾ കയറി കൂടിയെന്നൊന്നും എനിക്കറിയില്ല, ബട്ട് ഐ ഹാവ് ഓൾവേസ് ഡ്രീംഡ് അബൌട്ട് ഇറ്റ്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ ഇത് മെല്ലെ പിച്ച് ചെയ്ത് എനിക്ക് ഇങ്ങനെ ഒരു ബീച്ച് വെഡിങ് വേണം നല്ല ആഗ്രഹമുണ്ട് എന്നുള്ള പോലെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്ത റെസ്പോൺസ് ചെയ്യാമല്ലോ വന്നു. വീട്ടിൽ നിന്ന് ഇവരിലേക്ക് ഓക്കെ നമുക്ക് പോയിട്ട് കുറച്ച് വെന്യൂസ് ഒക്കെ കണ്ടിട്ട് വരാൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഐ വാസ് റിയലി ഷോക്ക്ഡ്. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദാറ്റ്. അങ്ങനെ ബട്ട് വൺ തിങ് ഐ റിയലി ഹാഡ് ഇൻ മൈ മൈൻഡ് ഇസ്, എൻ്റെ കല്യാണത്തിനൊരു ബഡ്ജറ്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ റിയലി ഡിഡ് നോട്ട് വാണ്ട് ഈവൻ ഒരു ഉറുപ്പ്യ പോലും അതിൻ്റെ ഔട്ട് സൈഡ് പോകാൻ പാടില്ല എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ പ്രയോറിറ്റി. കാരണം കല്യാണത്തിന് ശേഷം അതൊരു ബാധ്യതയായിട്ട് എനിക്ക് നല്ല ആർക്കും തോന്നാൻ പാടില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആയിരിക്കണം. ഐ ഡിഡ്ന്റ് വാണ്ട് ഒരു ഉറുപ്പ്യ പോലെ അതിൻ്റെ പുറത്ത് വരാൻ പാടില്ലെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു. സോ ഇതെൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു ഓക്കെ നമുക്ക് കുറച്ച് വെന്യൂസ് ഒക്കെ കണ്ടിട്ട് വരാം. അങ്ങനെ ഞാൻ, എൻ്റെ മാമൻ, അമ്മ, എൻ്റെ ഏട്ടൻ ആൻഡ് വൺ ഓഫ് മൈ ഫ്രണ്ട് ആകത്തിൽ ഞങ്ങൾ അഞ്ചാളും കൂടിയിട്ടാണ് വെന്യൂസ് കാണാൻ പോകുന്നത്. വി വെന്റ് ടു മഹാബലിപുരം ആൻഡ് വി സോ സം നൈസ് പ്ലേസസ്. ഒരു സ്ഥലം എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട് ഗൈസ്. എനിക്ക് അവിടെ നിന്ന് കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ബട്ട് ചിലത് ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ വരികയും ചെയ്തു. ചിലത് വാസ് ഔട്ട് ഓഫ് ബഡ്ജറ്റ്, നോ ഡൗട്ട്. ഇറ്റ് വാസ് ലൈക്ക് ഓവർ ദ ടോപ്പ് ലക്ഷൂറിയസ് വൺസ്. ആൻഡ് ചിലത് വാസ് ഓക്കെ, അതായത് നമുക്ക് ഇങ്ങനെ മുക്കി പിടിച്ച് ഇങ്ങനെ. ചിലത് വാസ് ഇൻസൈഡ് ബഡ്ജറ്റ്, ഒന്ന് ഓൾമോസ്റ്റ് ഇൻസൈഡ് ബഡ്ജറ്റായി. ബട്ട് ദ പ്രോബ്ലം വാസ് ദ മഹാബലിപുരം ഇസ് എ ലിറ്റിൽ ബിറ്റ് ഫാർ അവേ ഫ്രം ചെന്നൈ ആൻഡ് നമ്മുടെ മോസ്റ്റ് ഓഫ് ദ ഗസ്റ്റ് ആർ കമ്മിങ് ഫ്രം കേരള ആൻഡ് മധുരാന്തകം. ചെന്നൈ ബേസ്ഡ് തന്നെ അല്ല എല്ലാവരും. അപ്പോൾ ഇവരുടെയൊക്കെ നമ്മൾ കൂട്ടിയിട്ട് മഹാബലിപുരം പോകണം. ദർ ഇസ് ലോട്ട് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏട്ടന്മാരും എൻ്റെ മാമാരും ചെയ്യണം. ഇറ്റ് ഈസ് ലോട്ട് ഓഫ് ഹെഡ് ഏക്ക് ഫോർ ദം. അവരാരുടെ തന്നെ അടുത്ത് ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അതേവരിലേക്ക് ഓക്കെ ചൂസ് ചെയ്തിട്ട് പറയും. എൻ്റെ ഏട്ടന്മാരായാലും തീരുമാനിക്കുക ഇങ്ങനെ ഒരു ഇതായിരുന്നു എനിക്ക് വിട്ടു തന്നു. ആൻഡ് ഐ എം നോട്ട് ദാറ്റ് ക്രൂവൽ ടു കീപ് മൈ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഓവർ എനിത്തിങ് എൽസ്. ഞാൻ വിചാരിച്ച് ഞാനിങ്ങനെ നല്ല റെഡി ആയിട്ട് നിൽക്കും, ഇവരാണല്ലോ ഓടണ്ട. ഐ റിയലി ഡിഡ്ന്റ് വാണ്ട് ടു ഗിവ് ദം ദാറ്റ് മച്ച് ഹെഡ് ഏക്ക്. ഓൾറെഡി ദർ ലോട്ട് ഓഫ് തിങ്സ് ഗോയിങ് ഓൺ. സോ ഞാൻ വിചാരിച്ചു ആൻഡ് തിങ്കിങ് അബൌട്ട് ഈ ട്രാൻസ്പോർട്ടുകാരുടെ വരെ ഒരുപാട് ഹിഡൻ കോസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഐ വാസ് സോ ഷുവർ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി കം ഔട്ട് ഓഫ് മൈ ബഡ്ജറ്റ്. ഐ റിയലി ഡിഡ്ന്റ് വാണ്ട് ദാറ്റ് ടു ഹാപ്പൻ. അപ്പം ഞാൻ തന്നെ ആ ബോൾഡ് ഡിസിഷൻ എടുത്ത്, എൻ്റെ ഡ്രീമൊക്കെ ആയിരുന്നു
അതൊരു നഷ്ടസ്വപ്നമായിട്ട് ഉണ്ട്. മേ ബി സം ഡേ നമുക്ക് 60-ാം കല്യാണമൊക്കെ ചെയ്യാമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഐ ടുക്ക് ദാറ്റ് ബോൾഡ് ഡിസിഷൻ, വിച്ച് ഈസ് വൺ ഓഫ് ദ ഡിസിഷൻ ഐ എം റിയലി പ്രൗഡ് ഓഫ്. ബിക്കോസ് എൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്ന് ഐ വാസ് ഏബിൾ ടു ടേക്ക് ദ ഡിസിഷൻ ബൈ തിങ്കിങ് പ്രാക്ടിക്കലി. കാരണം ഐ എം വെരി പ്രാക്ടിക്കൽ പേഴ്സൺ, ഐ ട്രൈ ടു ബി പ്രാക്ടിക്കൽ, ദാറ്റ്സ് ഇറ്റ്. സോ അങ്ങനെ ഞാൻ ആ ഡിസിഷൻ എടുത്തു. ഞാൻ ആ ബീച്ച് വെഡിങ് എന്നുള്ളത് പോയി വെന്നുമൊക്കെ കണ്ട് എല്ലാം ബഡ്ജറ്റ് എന്താ പറയുക, ഒരേ ബ്രോഷർ, അതിൻ്റെ ഫുൾ എക്സ്പെൻസ് എന്താ പറയണ്ടത് എല്ലാം അവർ തന്നതാണ്. ബട്ട് എല്ലാം നമ്മൾ നോ അടിച്ച് ഞാൻ അങ്ങനെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു, വിച്ച് വാസ് ജസ്റ്റ് 10-15 minutes അവേ ഫ്രം ഹോം. ജസ്റ്റ് എ നൈസ് ഔട്ട്ഡോർ പ്ലേസ്, നല്ലൊരു സ്ഥലമായിരുന്നു. താങ്ക് ഗോഡ് ഞാൻ അത് സെലക്ട് ചെയ്ത്. കാരണം വീടിൻ്റെ തൊട്ടടുത്താണ്, എല്ലാം ഹാൻഡിൽ ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഔട്ട്ഡോർ ആയിട്ടുള്ള ഞാനും എൻ്റെ ഏട്ടനൊക്കെ പോയിട്ട് എല്ലാവരും ഞാനും ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ദേ വർ ഓൾസോ ഹാപ്പി. ദ ഫസ്റ്റ് പ്രയോറിറ്റി ദേ ഗേവ് വാസ് മൈ ഇൻട്രസ്റ്റ്. ഐ എം റിയലി ഹാപ്പി അബൌട്ട് ദാറ്റ്. അതിന് ശേഷം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരുപാട് ഡ്രസ്സ് ഔട്ട്ഫിറ്റ്സിനെ കുറിച്ചൊന്നും അങ്ങനെ ചിന്തിക്കുന്ന ആളൊന്നുമല്ല. എനിക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇടാൻ ഇഷ്ടമാണ്. ബട്ട് ഐ ആം റിയലി നോട്ട് എ പേഴ്സൺ ഹു സോ മച്ച് ഇൻ ടു ക്ലോത്ത്സ് ഓർ അങ്ങനത്തെ ഒരാളല്ല. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ഐഡിയ ഇല്ലായിരുന്നു ഞാൻ എന്ത് കല്യാണത്തിലിടും. എനിക്ക് പക്ഷേ എൻ്റെ ഐ റിയലി മാരിഡ് മൾട്ടിപ്പിൾ ടൈംസ്. സോ കേരള സ്റ്റൈൽ വെഡിങ്ങിന് എനിക്കൊരു ഓഫ് വൈറ്റ് കളർ സാരി, ഞാൻ സെറ്റ് മുണ്ടോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് മാത്രമേ എൻ്റെ മൈൻഡിലുള്ളൂ. എനിക്ക് ഷോപ്പിംഗ് ഒക്കെ എന്ത് ഒരു പണ്ടാരം എൻ്റെ മൈൻഡിലില്ല. എന്താണ് റേറ്റ്, മാർക്കറ്റ് റേറ്റ്, നമുക്കൊരു ഐഡിയ ഇല്ല. ഐ റിയലി ഹാഡ് നോ ഐഡിയ ആൻഡ് ഐ റിയലി ഡോണ്ട് വാണ്ടഡ് ടു സ്പെൻഡ് സോ മച്ച് മണി ഓൺ ക്ലോത്ത്സ് ആസ് വെൽ ബിക്കോസ് ഐ വിൽ ഓൺലി വെയർ ദറ്റ് വൺ ഡേ. ആൻഡ് അതായിരുന്നു അപ്പം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. ആൻഡ് ദിനേഷിൻ്റെ പെങ്ങൾ, ദാറ്റ്സ് മൈ സിസ്റ്റർ ഇൻ-ലോയുടെ കൂടെ ഞാൻ സൗകാർപേട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ചെന്നൈയിൽ. ദാറ്റ്സ് വൈ യു ഗെറ്റ് ഓൾ വെഡിങ് സ്റ്റഫ്സ് ഫ്രം കല്യാണക്കത്ത് ടു ക്ലോത്ത്സ് ടു ജ്വല്ലറി ടു എല്ലാം നമുക്ക് അവിടെ കിട്ടും. അങ്ങനെ ഞാനും ദിനേഷിൻ്റെ പെങ്ങൾ പ്രീതയും കൂടെ വി വെൻറ്റ് ടു സൗകാർപേട്ട് ടു സീ തിങ്സ്, ക്ലോത്ത്സ് എല്ലാം എൻ്റെ റേറ്റൊക്കെ ഒന്ന് അറിയാലോ, ഒരു ഐഡിയക്ക് വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ദിനേഷിൻ്റെ സൈഡ് ഓഫ് വെഡിങ് കാർഡ് നമ്മൾ അപ്പോൾ ഓർഡർ കൊടുത്തിട്ട് പ്രിൻറ്റ് ചെയ്തിട്ട് വി കെയിം ബാക്ക്. അതുമാത്രമല്ല ഞങ്ങളുടെ സൈഡ് ഓഫ് വെഡ്ഡിങ് കാർഡ് പ്രിൻറ്റ് ചെയ്യാൻ ഞാനും ഏട്ടനും കൂടെ പോയി. ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത ഒരു സിമ്പിൾ കാർഡാണ്. ഇതുപോലെ പ്രിൻറ്റ് ചെയ്യണമെന്ന് അവർ ഓപ്ഷൻസൊക്കെ കാണിച്ചു. സോ വി ചോസ് ദാറ്റ് ആൻഡ് സെലിബ്രേറ്റഡ് വിത്ത് എ വെരി നൈസ് മീൽ. നമ്മൾ ചിക്കനും ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് നന്നായിട്ട് കഴിച്ചിട്ട് വീട്ടിൽ വന്നു. അതിനുശേഷം ഐ വെൻ ടു കേരള. ഞാൻ നാട്ടിലേക്ക് പോയി. നാട്ടിൽ പോയിട്ട് ആൻഡ് നമുക്ക് ഈ കേരള സ്റ്റൈൽ വെഡ്ഡിങ്ങിന് ഒരു ചടങ്ങുണ്ട്, എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. നമ്മൾ ചെക്കന് ഒരു മാലയും ഒരു മോതിരം ഇടുമല്ലോ, എന്നിട്ട് പെണ്ണിന് ഒരു താലിയും മോതിരം ഇടും. സോ നമ്മളിങ്ങനെ ദിനേഷ് വി ഗോട്ട് മാരീഡ് 2 times. സോ നമ്മുടെ സൈഡ് വെഡ്ഡിങ്ങിലുള്ള കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്ത്, ആൻഡ് അവരുടെ സൈഡിലെ വെഡ്ഡിങ് എവറിത്തിങ് ദേ ടു കെയർ. അപ്പോൾ നമ്മുടെ സൈഡ് വെഡ്ഡിങ്ങിന് എൻ്റെ താലിയുടെ ചെയിനും എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തത്. കാരണം അവരുടെ സൈഡിൽ ദേ മേഡ് അനദർ താലി. ഐ ഹാവ് 2 താലി. അപ്പം ഇതൊക്കെ വാങ്ങണമായിരുന്നു. സോ എനിക്ക് മുന്നേ ഇതുപോലെ തന്നെ എപ്പോൾ എൻ്റെ മനസ്സിൽ കയറിയ ഒരു കാര്യമാണ് ഈ ചെക്കനിടുന്ന ചെയിനും മോതിരം എൻ്റെ സ്വന്തം പൈസയൊക്കെ വാങ്ങണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓന് ഇഷ്ടമുള്ള ഡിസൈന് വാങ്ങി കൊടുക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഐ എം റിയലി ഹാപ്പി ദറ്റ് ഹാപ്പൻഡ്. അങ്ങനെ ഞാൻ ഓന് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ എനിക്ക് അറിയായിരുന്നു. ഈ ഏതോ ഒരു സിനിമയിൽ പൃഥ്വിരാജ് ഇരുന്നുണ്ട് ഒരു ചെയിൻ, ഒരു മുട്ട പോലത്തെ ചെയിൻ, അതുപോലത്തെ ഒക്കെ വേണമെന്നും അടുത്തും ചോദിച്ചു വേണം. അതുപോലത്തെ ഞാൻ സെറ്റാക്കി. സോ ഞാൻ നാട്ടിൽ പോയി എൻ്റെ മാമനും മാമിയും ഞാനും കൂടെ വി വെൻ ടു കുമാർ ജ്വല്ലറി പോയി ഓർഡർ കൊടുത്ത് വി ബോട്ട് ഇറ്റ്. ആൻഡ് ദാറ്റ്സ് ദ ഓൺലി ഗോൾഡ് എൻ്റെ കല്യാണത്തിന് വാങ്ങിയത്. അതായിരുന്നു ഞാൻ എടുത്ത മറ്റൊരു ബോൾഡ് ഡിസിഷൻ. ഐ സ്ട്രോങ്ലി സെഡ് എനിക്ക് ഒരു ഗോൾഡും വാങ്ങണ്ട, എൻ്റെ അടുത്തുള്ളതൊക്കെ മതി. അവരുടെ ഫാമിലി എല്ലാവരും ഇങ്ങനെ എങ്ങനെയാടി ഒന്നും വാങ്ങാണ്ടെന്നൊക്കെ എൻ്റെ ഏട്ടന്മാരെല്ലാം ഏട്ടനെല്ലാം എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. ബട്ട് ഐ വാസ് നോട്ട് ബോതേർഡ് അബൌട്ട് ഇറ്റ്. സോ ദറ്റ് വാസ് വൺ അനദർ ഡിസിഷൻ ദാറ്റ് ഐ ടു. കല്യാണത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനത്തെ മാല വേണം അങ്ങനത്തെ മാല വേണം എന്നിട്ട് ഐ ഡിഡ്ന്റ് ബോതേർഡ്. ഞാൻ പക്ഷേ എനിക്കൊരു ചെറിയ മാലയൊക്കെ എനിക്ക് തന്നെ സ്വന്തമായിട്ട് വാങ്ങാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. താങ്ക്ഫുള്ളി എൻ്റെ അമ്മേൻ്റെ കുറച്ച് സ്വർണ്ണം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫാമിലി ഗിഫ്റ്റഡ് മീ ജനറസ്ലി, വിച്ച് ഐ എം സോ ഹാപ്പി അബൌട്ട്. സോ അതൊക്കെ എനിക്ക് കിട്ടിയതുകൊണ്ട് ഐ എം ഹാപ്പി. അങ്ങനെയാണ്. അല്ലാണ്ട് നമ്മൾ ഗോൾഡ് ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദറ്റ് വാസ് അനദർ തിങ്. അങ്ങനെ നമ്മുടെ ഗോൾഡ് ഷോപ്പിംഗ് അതോടെ കഴിഞ്ഞു. ഞാൻ എൻ്റെ മാമനും മാമീൻ്റെ കൂടെയൊക്കെ പോയി അതൊക്കെ സക്സസ്ഫുള്ളി കഴിഞ്ഞു. അങ്ങനെ ഞാനും മാമനും മാമിയൊക്കെ സ്വർണ്ണമൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ദെൻ ദർ വാസ് എ സർപ്രൈസ് പാർട്ടി. എൻ്റെ അജയ് മാമനും ജിസ് മാമിയും കൂടെ ദേ ഹാവ് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് എൻ്റെ എല്ലാ കസിൻസിനെയും വീട്ടിൽ വിളിച്ച്. ദറ്റ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മെമ്മറി.
ഹാഡ് സോ മച്ച് ഫൺ. ഒപ്പനക്കളിയും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആൻഡ് വി അറ്റ് ദ എൻഡ് നമ്മളൊരു സിനിമയൊക്കെ എല്ലാവരും കണ്ട് ആൻഡ് ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ. തൊട്ടടുത്ത ദിവസം നമ്മൾ നാട്ടിൽ നിന്ന് ഞാനും മാമിയും എൻ്റെ ഏടത്തി, എൻ്റെ മൂത്ത ഏട്ടൻ്റെ ഭാര്യ, അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ വി വെൻ ടു കോഴിക്കോട് ഷീമാട്ടി. സോ എൻ്റെ കല്യാണ സാരി നമ്മൾ ഷീമാട്ടിൽ നിന്നാണ് എടുത്തത്. കല്യാണ സാരി ആൻഡ് ഓൾസോ മൈ റിസപ്ഷൻ ക്ലോത്ത്സ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പോയി ഫസ്റ്റ് ഒരു 20 minutes തന്നെ എൻ്റെ കല്യാണ സാരി ഞാൻ എടുത്തു. ഐ ഡിഡ്ന്റ് ടേക്ക് ടു മച്ച് ടൈം. ഞാൻ പെട്ടെന്ന് എന്ത് ഐ മീൻ വെൻ ഇറ്റ് കംസ് ടു ക്ലോത്ത്സ് ഞാൻ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും കണ്ടില്ല. എനിക്ക് ഇപ്പോൾ ഒരു 10 സാരി ഉണ്ടെന്ന് വെച്ചോ, ദേ ആർ ഷോയിങ് 1 by 1 എന്ന് വെച്ചോ. ഇപ്പോൾ ഐ ലൈക്ക് സെക്കൻഡ് സാരി എന്ന് വെച്ചോ, ഐ വിൽ സ്റ്റോപ്പ് ദ ആ സെക്കൻഡ് സാരി എടുത്തിട്ട് വരും. ഐ വിൽ ടെൽ ദം നോട്ട് ടു ഷോ ദ റെസ്റ്റ് ഓഫ് ദം. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെ. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് എ ഗുഡ് തിങ് ഓർ ബാഡ് തിങ്. എല്ലാ ഓപ്ഷനും കണ്ടിട്ട് നമുക്ക് ഇഷ്ടം എടുക്കാമെന്ന് വിചാരിക്കുന്ന ആളല്ല. എനിക്ക് രണ്ടാമത്തത് എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഐ ജസ്റ്റ് ടേക്ക് ഇറ്റ്. ഐ ഡോണ്ട് ഗോ ഫോർ ദ തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് വൺ. ഐ വിൽ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് ദാറ്റ്. സോ അങ്ങനെ ആയതുകൊണ്ട് എൻ്റെ ഷോപ്പിംഗ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് 20 minutes എൻ്റെ കല്യാണ സാരി ഡൺ. ആൻഡ് അതിനുശേഷം എൻ്റെ മാമി എൻ്റെ അടുത്തൊക്കെയാണ് കൂടുതൽ സമയം എടുത്തത്. മാമി എസ്പെഷ്യലി. റിസപ്ഷന് ഐ റിയലി ഹാഡ് ഒരു എന്തായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല. എന്ത് കളർ എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഐ തിങ്ക് ഐ ഹാഡ് ലൈക്ക് ഒരു സട്ടിൽ കളറായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ബട്ട് അവിടെ പോയി പലതും ട്രൈ ചെയ്ത് എന്തൊക്കെയോ കണ്ട് ഒരു പിങ്ക് ഒക്കെ ട്രൈ ചെയ്ത് പഠിച്ചോനെ ഭാഗ്യം. അതിന് ശേഷം ഒരു മഞ്ഞ ട്രൈ ചെയ്ത് എന്താണെന്നറിയില്ല, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഞാനൊരു മഞ്ഞ ലെഹങ്കയാണ് എൻ്റെ സംഗീതത്തിനെടുത്തത്. ഞാനിങ്ങനെ അധികം സ്പെൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് വാങ്ങിയ. ഇറ്റ് കോസ്റ്റ് മീ ഓൾമോസ്റ്റ് 16,000 ഫോർ ദറ്റ് ലെഹങ്ക. ഐ തിങ്ക് യെസ് 16,000 for that. I don't know if it's cheap or costly. Definitely not cheap for me. There are people who spend so much money and there are people, it's subjective, no, you can't say that. അങ്ങനെ അന്നത്തെ ഷോപ്പിംഗ് സക്സസ്ഫുള്ളി ഡൺ. അടുത്ത എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഐ കെയിം ബാക്ക് ടു ചെന്നൈയിൽ വന്നുകൊണ്ട് ദിനേഷിൻ്റെ സൈഡിൽ ഓൾസോ വി ഹാഡ് വെഡിങ് ആൻഡ് റിസപ്ഷൻ. സോ അവരുടെ സൈഡിൽ റിസപ്ഷൻ സാരി എടുക്കാൻ വി വെൻ ടു കാഞ്ചീപുരം. ഇറ്റ്സ് വേ യു ഗെറ്റ് ദ പ്യൂർ സിൽക്ക് എന്നൊക്കെ പറയില്ലേ. അങ്ങനെ ഞാൻ എൻ്റെ അമ്മായിയമ്മ, മൈ മദർ ഇൻ ലോ ആൻഡ് അനിയത്തി പ്രീത അവരുടെയൊക്കെ കൂടെ എൻ്റെ കൂടെ മാളും ഉണ്ടായിരുന്നു. വി ഓൾ വെൻറ്റ് ടു കാഞ്ചീപുരം ആൻഡ് സാരി വാങ്ങാൻ. സെയിം തിങ്. ഫസ്റ്റ് 30 minutes ഞാൻ ഓരോന്നും കണ്ട് ഇഷ്ടപ്പെടാത്തത് അതിനോ ഇതെനിക്ക് വേണ്ട, ഇങ്ങനെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും വരുന്നില്ല. And I saw one saree and I was so in love with that. And എൻ്റെ മൊത്ത കല്യാണത്തിൽ ഞാൻ ചെയ്ത എന്താ പറയുക ഷോപ്പിംഗിൽ that was one of my favorite saree. I really can't wait to wear that again. അതിൻ്റെ നാട്ടിലാണുള്ളത്. I really love that saree. ഒരു സട്ടിൽ കളറാണ്. I really like that one so much. ആൻഡ് യെസ്, അങ്ങനെ റിസപ്ഷൻ്റെ ആ സൈഡിലുള്ള ദിനേഷിൻ്റെ സൈഡിലുള്ള ഷോപ്പിങ്ങും കഴിഞ്ഞു. ആൻഡ് അവിടെയുള്ള കാഞ്ചീപുരത്ത് നിന്ന് നേരെ വീട്ടിൽ വന്നത് എൻ്റെ നിമ്മേച്ചി എന്താണെന്നറിയില്ല, എൻ്റെ മൂത്ത ഏട്ടൻ്റെ ഭാര്യ. അങ്ങനെ ഏട്ടൻ ആ സമയത്ത് വീട്ടിലില്ലായിരുന്നു. യെസ്. ആൻഡ് വി വെൻ ടു ഭീമ. അങ്ങനെ എൻ്റെ ഏട്ടൻ നടത്തിയും ദേ ഗോട്ട് മീ എ നെക്ലസ്, ഒരു പതക്കം എനിക്ക് വാങ്ങിച്ചു തന്നു. അങ്ങനെ അതായിരുന്നു ഞാൻ ഗോൾഡ് ഷോപ്പിംഗ് കഴിഞ്ഞ് നടത്തി ഇത്. പക്ഷേ ഞാൻ എൻ്റെ പൈസ ഒന്നല്ലല്ലോ, അപ്പം ഇതെൻ്റെ ഏട്ടൻ്റെ ഏടത്തിൻ്റെ ഗിഫ്റ്റ് ആയിരുന്നു. അങ്ങനെ വി ബോട്ട് ദാറ്റ്. അങ്ങനെ അത് വാങ്ങിച്ച് വി കെയിം ബാക്ക്. പിന്നീട് മെയിൻ തിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ഡെക്കറേഷനൊക്കെ സംസാരിച്ച് നമ്മളെ മൈൻഡിലുള്ള അതൊക്കെ എന്താ പറയുക, അതിൻ്റെ ആൾക്കാരൊക്കെ മീറ്റ് ചെയ്ത് ഞാനും പറഞ്ഞു വെന്യൂവിൽ പോയി എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് സംസാരിച്ച് അതൊക്കെ സെറ്റ് ചെയ്ത് ഇതൊക്കെ ആയിരുന്നു മെയിൻ തിങ്സ് വിച്ച് വാസ് ഗോയിങ് അറൗണ്ട്. മാല എങ്ങനത്തെ വേണം, ബൊക്കെ എങ്ങനത്തെ വേണം, ഇതൊക്കെ ആയിരുന്നു. അപ്പോഴേക്കും ദിനേഷ് കെയിം ടു ചെന്നൈ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട്. സോ എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഒരു നല്ല തമിഴ് സ്റ്റൈലുള്ള ഒരു ഫോട്ടോ വേണമെന്നുണ്ടായിരുന്നു. അതായത് തമിഴ് ആർക്കിടെക്ചറുള്ള ഈ അമ്പലം, ഇങ്ങനെയുള്ള അമ്പലം, നല്ലൊരു പട്ട് സാരി, പിന്നെ ദിനേഷ്, അങ്ങനത്തെ ഒരു ഫോട്ടോ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഫോട്ടോഷൂട്ടായിരുന്നു എനിക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഞാനതിന് ഐ ഡിഡ്ന്റ് സ്പെൻഡ് ഈവൻ എ സിംഗിൾ പെന്നി ഫോർ ദാറ്റ്. എൻ്റെ മാമീൻ്റെ പട്ട് സാരി കട്ടെടുത്തു. അങ്ങനെ മാമീൻ്റെ പട്ട് സാരി തൊട്ട് പിന്നെ ദിനേഷും ഞാനും പോയി ഫോട്ടോഗ്രാഫർ നല്ല ഫോട്ടോസൊക്കെ എടുത്തു. ഐ വാസ് റിയലി ഹാപ്പി വിത്ത് ദറ്റ് ഔട്ട്ഫിറ്റ്. എൻ്റെ മനസ്സിലുള്ള സെയിം സാധനം എനിക്ക് കിട്ടി. ആൻഡ് യെസ്, ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം സ്റ്റാർട്ടഡ് ദ പ്രീ വെഡിങ് സൽക്കാരം. എൻ്റെ ബീനമാമി, അമ്മൂച്ചി ഓരോ വീട്ടിലൊക്കെ ക്ഷണിച്ചു. ബീനമാമീസ് ബിരിയാണി ഈസ് അവർ ഫേവറേറ്റ് ആൻഡ് ഓൾ മൈ കസിൻസ് കെയിം ടുഗെദർ. വി കട്ട് ദ കേക്ക് ആൻഡ് ഈറ്റിംഗ് ആൻഡ് എല്ലാവരും ഫ്രൗട്ടൊക്കെ കഴിച്ചു. പിന്നെ അനിത് മാമി എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. മാമൻ്റെ വീട്ടിലൊക്കെ പോയി. ആൻഡ് നൈസ് ഫുഡ്, കസിൻസ്, നൈസ് ടൈം, ഇതൊക്കെ ആയിരുന്നു. സൽക്കാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും കല്യാണത്തിനൊക്കെ 2 weeks ഒക്കെ ആയിരുന്നു. വീട്ടിലെല്ലാവരും എത്തിപ്പെട്ടു. എൻ്റെ ഏട്ടന്മാർ, അടുത്തയാൾ, മക്കൾ. ആൻഡ് ഡെയിലി മാമനൊക്കെ വരും. കല്യാൺ ഡിസ്കഷൻ, ഓൾ ഫാമിലി ടുഗെദർ. ഇറ്റ് ഫെൽറ്റ് സോ ഗുഡ്. ഇറ്റ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് സ്പെഷ്യൽ തിങ് ഫോർ മീ ബിക്കോസ് ഓൾ ഓഫ് ദം ടുഗെദർ. ആൻഡ് സോ ഐ വാസ് വെരി ഹാപ്പി അബൌട്ട് ദിസ്. എല്ലാവരും വീട്ടിൽ ആൻഡ് മക്കളും. ഐ വാസ് സോ ഹാപ്പി ഗൈസ്, സീരിയസ്ലി. ദാറ്റ് വാസ് എ highlight of the wedding, I would say.
അതിനുശേഷം ഒരു ഫൈനൽ റൗണ്ട് ഓഫ് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു എൻ്റെ ഇളയ ദീദിയായിട്ട്. ദീദി ആൻഡ് മീ വെൻ ടു സൗകാർപേട്ട് അഗെയിൻ ആൻഡ് ഷീ ബോട്ട് മീ ഓൾ എല്ലാ എൻ്റെ ലാസ്റ്റ് മിനിറ്റ് വളകൾ, മാലകൾ, കമ്മലുകൾ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പോയി വാങ്ങിച്ച്. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, നമ്മൾ പോയി സൗകാർപേട്ട് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ചാട്ട് ഐറ്റംസ്, ഓ മൈ ഗോഡ്, നോർത്ത് ഇന്ത്യൻ ഫുഡ് അവിടെ സൂപ്പറായിട്ട് കിട്ടും. ഈ വെൻറ്റ് നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച്, ദറ്റ് വാസ് ഓൾസോ വൺ ഓഫ് ദ ഹൈലൈറ്റ് തിങ്സ്. ആൻഡ് അതിന് ശേഷം വന്നു. ആൻഡ് അതിൻ്റെ നെക്സ്റ്റ് ഡേ വി ഹാഡ് ദിസ് കൊടുക്ക. നമ്മളെ വീട്ടിൽ, എൻ്റെ വീട്ടിലൊക്കെ മെയിൻലി ചെയ്യുക ഇങ്ങനത്തെ കൊടുക്കകൾക്ക് ഭയങ്കര വീട്ടിൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. സോ വീട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോൾ, എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും വി സേ താങ്ക് യു ഇൻ ദാറ്റ് വേ. സോ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ കല്യാണം എല്ലാം നല്ല നടക്കാൻ പോകുന്നു എന്നൊക്കെ ഉള്ളതുകൊണ്ട് വി ഓൾ പ്രേ ടു അവർ ആൻസിസ്റ്റേഴ്സ്. സോ അതാണ് കൊടുക്കാന്ന് പറയുന്നത്. ഐ തിങ്ക് നാട്ടിലൊക്കെ ഉള്ള എല്ലാവർക്കും അറിയാമായിരിക്കും. അറിയില്ലെങ്കിൽ ഐ എം ടെല്ലിങ് ദാറ്റ്. സോ കൊടുക്കൊക്കെ കഴിഞ്ഞ് we were all together. We had the കൊടുക്ക കഞ്ഞി and all those things together. പിന്നെ ഫൈനൽ പ്ലാനിങ് ആയിരുന്നു. എൻ്റെ ഏട്ടൻ ഈവൻ ഹാഡ് എ സ്പ്രെഡ്ഷീറ്റ്, അദീനാസ് വെഡ്ഡിങ് എന്ന് പറഞ്ഞിട്ട് എക്സൽ ഷീറ്റ് പോലെ, ആരൊക്കെ വരുന്നത്, എപ്പോഴൊക്കെ ഓരോരുത്തർ ഓരോ ട്രെയിനിലൊക്കെ വരുന്നുണ്ടായിരുന്നു. സോ എപ്പം പിക്കപ്പ് ചെയ്യണം, ഏത് റൂമിൽ, ആർക്കൊക്കെ ഏത് റൂം. എൻ്റെ അമ്മോ, ദേ ഡിഡ് വണ്ടർഫുൾ ജോബ്. അങ്ങനെ കറക്റ്റായിട്ട് പ്ലാനിങ് ഒക്കെ ആയിരുന്നു ഭയങ്കരമായിട്ട്. ആൻഡ് എൻ്റെ കസിൻസൊക്കെ ലാൻഡ് ചെയ്തു. ആൻഡ് ഐ ഹാഡ് എ ബ്രൈഡൽ ഷവർ. ദേ വണ്ടർഫുൾ, നല്ല അടിപൊളിയാക്കി സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഹാഡ് മൈ ഹൽദി ദ നെക്സ്റ്റ് ഡേ. ഹൽദിയുടെ ഡെക്കറേഷൻ എൻ്റെ ചിത്തുവേട്ടൻ ആൻഡ് നിഖിലേട്ടൻ, എൻ്റെ കസിൻസൊക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തു. ഐ ഡിഡ്ന്റ് പേ ഫോർ decoration. They did it. They wonderfully did that. I'm so thankful. And then Sangeet happened, and then the wedding happened beautifully, wonderfully. എല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് I had a 1 week gap and we had Dinesh side of wedding. അപ്പോൾ നമ്മളൊക്കെ അവിടെ പോയി സെയിം തിങ്സ്. അവിടെ ഒരു ഹൽദി ഉണ്ടായിരുന്നു, നളങ്ക് എന്ന് പറയും, നളങ്ക് ഉണ്ടായിരുന്നു. അവിടെ കല്യാണം, അവിടെ റിസപ്ഷൻ. അത് കഴിഞ്ഞപ്പോഴാണ് ദ ഹാർഡ് തിങ് ഹിറ്റ്. എൻ്റെ സൈഡിൽ കല്യാണം കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് ഫുൾ ജോളി. അവിടെ സൈഡ് കഴിഞ്ഞപ്പോൾ അവിടെ എനിക്ക് അറിയാത്ത ആൾക്കാരാണ് കൂടുതൽ. സോ ഞാനിങ്ങനെ വേദിയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇല്ലേ, അറിയാത്ത ആൾക്കാരാണ് ഫുള്ളും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ 2 വീക്സായി എല്ലാവരും മെനക്കെട്ട് നിൽക്കുന്നത്. സോ സൺഡേ നൈറ്റാണ്. നെക്സ്റ്റ് ഡേ എവ്രി വൺ ഹാഡ് വർക്ക്. ഒരു 8:30 ആകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ടാറ്റൊക്കെ പറഞ്ഞ് 9 ആകുമ്പോൾ പോകാൻ തുടങ്ങി. എൻ്റെ ഫാമിലി ഓൾസോ 10 o'clock ആകുമ്പോൾ ദേ വെർ ഓൾസോ നമ്മൾ പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഐ റിയലി ഫെൽറ്റ് സോ ഇമോഷണൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യം വിചാരിച്ചില്ല എൻ്റെ കല്യാണത്തിൻ്റെ കാര്യം. ഞാൻ വിചാരിച്ചത്, ഞാനെപ്പം പറയും ടാറ്റ ബൈ ബൈ നെവർ സീ യു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകാമെന്നൊക്കെ പറയും. ഭയങ്കര വീരവാദമൊക്കെ ആയിരുന്നു. ബട്ട് ഐ റിയലി വാസ് സോ, അപ്പോൾ എന്ത് ഫീലിംഗ് ആണെന്നറിയില്ല. ഐ റിയലി ഫെൽറ്റ് വെരി ഹെവി. അങ്ങനെ ആ ഇമോഷണൽ തരണവും നമ്മൾ കടന്നു വന്നു. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ് വാസ് ദ മെയിൻ തിങ്. അതിനുശേഷം ഇതാ ഞാനിവിടെ വന്നിരിക്കുന്ന 1 വർഷം ദിനേശിൻ്റെ കൂടെ ജീവിച്ചു. And before ending this video, I really want to say to the girls who are going to get married, not just girls, who are going to get married, I really know how overwhelming or നമുക്കൊരു മാതിരി ഒരു പ്രഷർ ഉണ്ടാവും. കാരണം we really will be thinking like we only get married once and you want it to be perfect, and don't put so much pressure into it. You know, it will happen. Breathe. And also surround yourself with the people who are very supportive, and involve them and laugh with them and cry if you want to. It's perfectly okay, and it's normal to feel thousands of emotions at once. And also know one thing, you don't have to please everyone who's around you. No, and just know what really matters, what truly matters, and what you need. And also fix to a budget, I would say, because the real life starts once after marriage, and nothing is important more than having peace of mind. So അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കീപ് ദറ്റ് ഇൻ മൈൻഡ്. ഇറ്റ്സ് നോട്ട് എ വൺ ഡേ ഷോ, ഇറ്റ്സ് ലൈക്ക് എ ലൈഫ് ടൈം ഷോ. സോ യു ഹാവ് ടു കീപ് ദറ്റ് ഇൻ മൈൻഡ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, എൻജോയ് ദ പ്രോസസ്. ഇറ്റ്സ് റിയലി അമേസിങ്. ഞാൻ പറയുന്ന വെച്ചാൽ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസം മാത്രമല്ല, ദ എൻറ്റയർ പ്രോസസ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ആൻഡ് ഓൺലി ഗെറ്റ് മാരീഡ് ഇഫ് യു റിയലി want to get married. So that's it. See you all in next video. Until then, this is me, Adina Chandran, signing off from The Life.